അത്തം മുതൽ തിരുവോണം വരെ 10 ദിവസം പൂക്കളം ഇടുന്നതാണ് മലയാളികളുടെ പതിവ്. അതിനുള്ള പൂക്കൾ തമിഴ്നാട്ടിൽ നിന്നും എത്താറുണ്ട്. എന്നാൽ തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങൾക്ക് സമാനമായ പൂപ്പാടങ്ങൾ കേരളത്തിലും ഇപ്പോൾ കാണാൻ കഴിയും. അതിലൊന്നാണ് ഈ പൂപ്പാടം. ഓണാഘോഷം തുടങ്ങുന്നത് പൂക്കളം ഇടുന്നതോടുകൂടിയാണ്. പണ്ടൊക്കെ പിള്ളേരോണം മുതലായിരുന്നു പൂക്കളം ഇട്ടിരുന്നത്. ഇന്ന് അത്തം മുതലാണ് പൂക്കളം ഇടുക. തുമ്പപ്പൂ, തുളസിപ്പൂ, തൊട്ടാവാടിപ്പൂ, മുക്കുറ്റി, കൊങ്ങിണി, വാഴക്കൂമ്പ്, ഇലകൾ, ഫലങ്ങൾ തുടങ്ങി പ്രകൃതിയിലുള്ളതെല്ലാം പൂക്കളത്തിൽ സ്ഥാനം പിടിച്ചവയാണ്. എന്നാൽ ഇന്ന് പൂക്കളങ്ങളിൽ പരമ്പരാഗത രീതിയിലുള്ള പൂക്കളില്ല. ചെണ്ടുമല്ലിയും ജമന്തിയും വാടാമുല്ലയുമാണ് ഇപ്പോഴത്തെ പൂക്കളങ്ങളിൽ പ്രധാനം. ഇടുക്കി സേനാപതിയിലെ പൂപ്പാടത്തിൽ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു കഴിഞ്ഞു. വിശാലമായ സേനാപതി പാടശേഖരത്തിലെ അരയേക്കർ സ്ഥലത്താണ് ആദ്യമായി പുഷ്പകൃഷി നടത്തുന്നത്. സുഹൃത്തുക്കളായ സിന്ധുവും ജിലുവും ചേർന്ന് സേനാപതി മഹാദേവ ക്ഷേത്രത്തിന് കീഴിലെ സ്ഥലത്താണ് പൂപ്പാടം ഒരുക്കിയത്. ചെണ്ടുമല്ലിയാണ് പ്രധാനം. മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ കാഴ്ചയുടെ വസന്തം നിറയ്ക്കുന്നതാണ്. നമ്മുടെ ഇടുക്കിയിലെ ഓണത്തിന് വേണ്ടി നമ്മുടെ ഇടുക്കിയിലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പൂ വരുത്താതെ നമുക്ക് തന്നെ ഇവിടെ വിപണനം ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തത്. പിന്നെ ഇതിൻ്റെ തൈകൾ കൊണ്ടുവന്നിരിക്കുന്നത് ബാംഗ്ലൂർ ഹൊസൂർ എന്നുള്ള സ്ഥലത്തു നിന്നാണ് അവർ നേരിട്ട് തൈ ഇവിടെ എത്തിക്കുക ചെയ്തത്. തമിഴ്നാട്ടിൽ അവിടെ പോയി നമ്മളെടുത്തു കൃഷി ചെയ്തു. സേനാപതി ഉടുമ്പൻചോല റോഡരികിലെ ഈ പൂപ്പാടം ഓണക്കാലത്ത് സഞ്ചാരികൾക്കും ഒരു വിസ്മയ കാഴ്ച. തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങൾക്ക് സമാനമായ കാഴ്ചയാണ് ഇവിടെയുള്ളത്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് പൂപ്പാടം കാണാൻ എത്തുന്നതും. സിറ്റി വിഷൻ, സേനാപതി.